ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുട്ട കൊണ്ടുള്ള ഒരു വിഭവമാണ്. മുട്ട കക്കം എന്ന് പറയും. ഈ കക്കം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രേവിക്കാണ്. അത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അല്പം വെള്ളം ചേർത്ത് എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിന് എടുക്കേണ്ടത് മുളക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് എനിക്ക് ആവശ്യമായ വറ്റൽമുളകും കാശ്മീരി മുളകും കൂടെ കുതിർത്തിട്ട് അത് മിക്സിയിൽ അരച്ചാണ് എടുക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കിയത്. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കും. ആ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ച് ഇത് കുറേ നേരം ഇങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ മുളക് പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പം നമുക്ക് മുളകും ഒക്കെ നമ്മുടെ ആവശ്യമനുസരിച്ച് എരിവിന് അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 മുട്ട തയ്യാറാക്കാനാണ് ഇതെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എടുക്കുന്ന മുട്ടയുടെ അനുസരിച്ച് മുളകിൻ്റെയൊക്കെ അളവ് കൂട്ടാവുന്നതാണ്. ഇത് കുറുകി വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ഞാൻ അടിപൊളി ഒരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഈ വാഷിംഗ് മെഷീനിലൊക്കെ തുണി ഇടുമ്പം നമുക്കത് അലക്കി കഴിഞ്ഞെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാം തമ്മിൽ കുരുങ്ങി കിടക്കുന്ന കാണാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ തുണി ഇടുന്ന കൂട്ടത്തിൽ 2 പ്ലാസ്റ്റിക് ചെറിയ കവർ കൂടി ഇടാമെന്നുണ്ടെങ്കിൽ ഓരോ തുണിയായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എടുക്കാൻ പറ്റും. നല്ല ഒരു ടിപ്പാണ്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം കറിവേപ്പിലയുടെ വിതറി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താനും വിട്ടുപോകരുത്. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇത് തന്നെയായിട്ടോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.